ഇപ്പോൾ യൂട്യൂബിൽ വ്യൂസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ കണ്ടന്റ് ഇന്റർനാഷണൽ ഓഡിയൻസ് വരെ എത്തിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് വ്യൂസ് കൂടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ USA, UK, കാനഡ പോലുള്ള ഓഡിയൻസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് വളരെ ഇഫക്റ്റീവായ സ്ട്രാറ്റജിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. US, UK, കാനഡ, ഓസ്ട്രേലിയ ഓഡിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷൻ ഇംഗ്ലീഷിലുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ള ടോപ്പിക്സിലായിരിക്കണം. 100% മലയാളം കണ്ടന്റ് ആയ ഇന്റർനാഷണൽ ഓഡിയൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മലയാളം കണ്ടന്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് സബ് ടൈറ്റിൽ ഇംഗ്ലീഷിലോ വോയിസ് ഓവർ ഇംഗ്ലീഷിലോ ചെയ്യാൻ നിങ്ങൾ നോക്കുക. ലാംഗ്വേജ് ബാരിയേഴ്സ് ചേഞ്ച് ചെയ്താൽ ആൽഗോരിതം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. സെക്കൻഡ്, വീഡിയോ ടൈറ്റിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ US, UK, കാനഡയിൽ സെർച്ച് ചെയ്യപ്പെടുന്ന കീവേഡ്സ് നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. എക്സാമ്പിൾ ആയിട്ട് ഹൗ ടു ഏൺ മണി ഓൺലൈൻ എന്നത് ഒരു ഗ്ലോബൽ കീവേഡ് ആണ്. നിങ്ങളുടെ നിച്ചിൽ സെർച്ച് വോളിയമുള്ള കീവേഡ്സ് നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കണം. ടാഗ്സ്, ഡിസ്ക്രിപ്ഷൻ, ഹാഷ്ടാഗ് ഓൾ ഓപ്റ്റിമൈസ്ഡ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. യൂട്യൂബ് അൽഗോരിതം ടാർഗറ്റ് വ്യൂസ് വരെ എത്തിക്കാൻ US, UK ട്രെൻഡിങ് കീവേഡ്സ് നിങ്ങൾ ഉപയോഗിക്കണം. 3, തമ്പനെയിൽ ആണ് നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നത്. വൈബ്രന്റ് കളേഴ്സ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി ക്ലിയർ ടെക്സ്റ്റ്, എൻഗേജിംഗ് എക്സ്പ്രഷൻസ് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. ക്യാൻവ, ഫോട്ടോഷോപ്പ്, പിക്സ്ലർ ടൂൾസ് ഉപയോഗിച്ച് ഐ കാച്ചിങ് തമ്പനെയിൽസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഹൈ CTR തമ്പനെയിൽസ് ആണ് അൽഗോരിതം പുഷ് ചെയ്യുന്നത് നിങ്ങളുടെ. സോ തമ്പനെയിലിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പോസ്റ്റിംഗ് ടൈം, US, UK, കാനഡ വ്യൂസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ടൈമിലായിരിക്കാൻ പാടില്ല. നിങ്ങൾ ഏത് കൺട്രിയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ കൺട്രിയുടെ ബെസ്റ്റ് ടൈം നോക്കിയാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. മോസ്റ്റ്ലി UK, ഓസ്ട്രേലിയ യൂട്യൂബ് കണ്ടന്റ് പ്രൈം ടൈം 7 PM to 11 PM ആണ്. അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പ്രൊമോഷൻ, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും പ്രൊമോഷൻ ചെയ്യേണ്ടി വരും. ഫേസ്ബുക്ക് ഗ്രൂപ്പ്, റെഡിറ്റ്, ലിങ്ക്ഡ്ഇൻ, ക്യൂറ എന്നിവയിലൂടെ പോയി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കുറച്ച് വ്യൂസിന് ഉണ്ടാക്കാൻ പറ്റും. ക്യൂറ കൂടുതലായി യൂസ് ചെയ്യുന്നത് ഓസ്ട്രേലിയ, US എന്നുള്ള രാജ്യങ്ങളാണ്. സോ അവിടെ നിങ്ങൾ ക്വസ്റ്റ്യന്റെ താഴെ ലിങ്ക്സ് ഷെയർ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം റീൽസ്, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റീച്ച് കൂട്ടാൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഓഡിയൻസ് എൻഗേജ്മെന്റ്, യൂട്യൂബ് അൽഗോരിതത്തിനെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ എൻഗേജ്മെന്റ് ലെവൽസ് നിങ്ങൾ കൂട്ടേണ്ടി വരും. കമന്റിൽ റിപ്ലൈ ചെയ്യണം. ആരുടെ കമന്റ് ആയാലും നിങ്ങൾ അവിടെ റിപ്ലൈ ചെയ്തിരിക്കണം. വ്യൂവേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ റെക്കമെൻഡേഷൻ കൂടും. നിങ്ങൾ പൂൾസ് കണ്ടക്ട് ചെയ്യണം. എൻഗേജ്മെന്റ് കൂടണമെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡേഷൻ ലിസ്റ്റിലും ട്രെൻഡിങ് സെക്ഷനിലും പുഷ് ചെയ്യുന്നു. സോ ഇതൊക്കെ ചെയ്യുക. 100% ഷുവർ ആയിട്ട് US, UK, കാനഡ വ്യൂസ് നിങ്ങൾക്ക് കൂടും. ഇത് ഹെൽപ്ഫുൾ ആയാൽ കമന്റ് ചെയ്യുക. ഇത്തരം യൂട്യൂബ് ഗ്രോത്ത് സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.